ഏതായിരുന്നാലും നാം കഅബയുടെ മുറ്റത്തേക്ക് എത്തി നമ്മൾ ദുആകളെല്ലാം കഴിഞ്ഞ് തവാഫ് ആരംഭിക്കുകയാണ്. ഈ മൂലയാണ് ഹജറുൽ അസ്വദിന്റെ മൂല എന്ന് പറഞ്ഞാൽ കഅബയുടെ വാതിൽ നിലകൊള്ളുന്നതിനോട് അടുത്ത മൂല. അവിടെ ഹജറുൽ അസ്വദ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാനിരിക്കുകയാണ്. ഏതായിരുന്നാലും ആ മൂലയിൽ നിന്നാണ് നമുക്ക് തവാഫ് ആരംഭിക്കാനുള്ളത്. ആ മൂലയിൽ ചെന്നുകൊണ്ട് അതിന്റെ യഥാർത്ഥമായ സുന്നത്ത് നാം സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ ചുംബിച്ചതിന് ശേഷമാണ് അത് ആരംഭിക്കേണ്ടത്. നബിയേ, അങ്ങയുടെ നാട് മക്ക ഇസ്ലാമിന്റെ കയ്യിൽ വന്നിരിക്കുകയാണ്. ഇസ്ലാം ജയിച്ചടക്കിയിരിക്കുകയാണ്. ആ പരിശുദ്ധ മക്കയിൽ അങ്ങ് ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയും ഞങ്ങൾ മദീനക്കാരുടെ കൂടെ ഇനിയൊരു 450 കിലോമീറ്റർ ഞങ്ങളുടെ കൂടെ തിരിച്ചു വരാതെ മക്കയിൽ തന്നെ അങ്ങ് താമസിച്ചു പോകുമോ എന്ന് ഞങ്ങൾക്ക് പേടിയായിട്ട് കരയുകയാണ് നബിയേ എന്ന് അൻസ്വാരികളുടെ നേതാവ് സഅദ് റളിയല്ലാഹു അൻഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിട്ടാണ് നാം മാനസികമായി ഒരു ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കാലം നാം ആഗ്രഹിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ഒരു ആഗ്രഹം പൂർത്തീകരണത്തിന് വേണ്ടി നാം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധമായിരിക്കുന്ന മക്കയിൽ ചെന്നുകൊണ്ട് ഉംറ നിർവഹിക്കുവാനും ശുദ്ധമായിരിക്കുന്ന മദീന മുനവറയിൽ ചെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുക, ഈ ഒരു മഹത്തായിരിക്കുന്ന ലക്ഷ്യത്തോടുകൂടെ ഇതിന്റെ മുമ്പ് ഉംറ നിർവഹിച്ചവരുണ്ടാവും, ആദ്യമായി ചെയ്യുന്നവരുണ്ടാവും, പല തവണ ചെയ്തവരുണ്ടാവും. ഏതായിരുന്നാലും നാം ചെയ്യുന്ന യാത്രകളിൽ വെച്ച് ഏറ്റവും പുണ്യമായ, ഏറ്റവും മഹത്തായിരിക്കുന്ന ഒരു യാത്രയാണ് ഹജ്ജ് ഉംറ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര. നമ്മുടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള യാത്രകളും നാം നടത്തിയിട്ടുണ്ടായിരിക്കാം. കുടുംബ സന്ദർശനത്തിന് വേണ്ടിയോ, അല്ലെങ്കിൽ അറിവ് നേടുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ മറ്റുള്ള ടൂറുകളായി കൊണ്ട് പല രൂപത്തിലുള്ള യാത്രകളും നാം നേടിയിട്ടുണ്ടാവും. പക്ഷേ അതിൽ വെച്ച് ഏറ്റവും പുണ്യമായിരിക്കുന്ന ഒരു ലക്ഷ്യത്തോടു കൂടെയുള്ള ഒരു യാത്രയിലാണ് നാം മുന്നിട്ടുകൊണ്ടിരിക്കുന്നത്. മക്ക എന്ന് പറഞ്ഞാൽ ഈ മക്കയും മദീനയും ഈ ദുനിയാവിലെ ഏറ്റവും ആത്മീയമായിരിക്കുന്ന രണ്ട് കേന്ദ്രങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഭവനത്തെ നിർമ്മാണം ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്തതായിരിക്കുന്ന രാജ്യമാണ് മക്ക. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. അല്ലാഹുവിനെ ആരാധന അർപ്പിക്കുന്നതിന് വേണ്ടി ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ഭൂമി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഒരു ഭവനമായി നിർമ്മാണം ചെയ്യപ്പെടുന്നത് വിശുദ്ധമായിരിക്കുന്ന കഅബയാണ്. ആ കഅബയുടെ നിർമ്മാണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത് മക്കയെയാണ്. ഈ ലോകത്തിന്റെ നേതാവായിരിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത് വിശുദ്ധമായിരിക്കുന്ന മക്കയെയാണ്. ആ പ്രവാചകന് നുബുവത്ത് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത് വിശുദ്ധമായിരിക്കുന്ന മക്കയാണ്. മാത്രമല്ല, ഒരു സഹോദരൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ, അവൻ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്ന് നിസ്കാരം നിർവഹിക്കുകയാണ് എങ്കിലും അവന് ലഭ്യമാകുന്ന ആ നിസ്കാരത്തിന്റെ കൂലിയുടെ 1 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷമോ ലഭ്യമാകുന്ന രൂപത്തിൽ ആ വിശുദ്ധമായിരിക്കുന്ന കഅബ മന്ദിരത്തെ അല്ലെങ്കിൽ ആ മസ്ജിദുൽ ഹറാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ വിവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ നിഅമത്തുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ആ മക്കയും, അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശുദ്ധമായിരിക്കുന്ന മദീന, മക്കയെ പോലെ തന്നെ
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിധേയമായി ആ മദീനയുടെ ഹറമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിരിക്കുകയാണ്. ആ മദീനയിലേക്ക് മക്കയെ പോലെ തന്നെ ദജ്ജാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ലോകാവസാനത്തിൽ കടന്നു ചെല്ലുമെങ്കിലും മക്കയുടെയും മദീനയുടെയും ഹറമിലേക്ക് അവന് പ്രവേശനമില്ല. മദീന നിവാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായിരിക്കുന്ന സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും മുഅ്മിനിന്റെ ഒരു ഈമാനിന്റെ ഭാഗമാണ്. അവരെ ആരെങ്കിലും വെറുപ്പിക്കുകയോ അവരെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്താൽ വെള്ളത്തിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ആ ഉപ്പിനെ ഏത് രൂപത്തിലാണ് ദ്രവിച്ചു പോകുന്നത് അല്ലെങ്കിൽ അതിനെ ഉരുക്കി കളയുന്നത് എന്നതുപോലെ മദീന നിവാസികളെ ആരെങ്കിലും ആക്രമിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയെ ആ രൂപത്തിൽ ഞാൻ ഉരുക്കിക്കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ രൂപത്തിലും പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിധേയമായി മക്കയിൽ കഴിച്ചു കൂട്ടുന്ന സന്ദർഭത്തിൽ ആ പ്രവാചകനെ ഏറ്റെടുത്തുകൊണ്ട് സംരക്ഷിച്ച നാട്ടുകാരാണ് മദീന നിവാസികൾ. ഞാനിവിടെ സൂചിപ്പിച്ചത് മക്കയും മദീനയും നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയമായിരിക്കുന്ന രണ്ട് കേന്ദ്രങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ രണ്ട് കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ ആരാധനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യാനിരിക്കുകയാണ്. ഏത് കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് നാം ഓർക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് ഈ ജീവിക്കുന്ന നൂറ്റാണ്ടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നാം ഈ ജീവിക്കുന്ന കാലഘട്ടത്തെ സംബന്ധിച്ച് വളരെ താക്കീത് നൽകിയിട്ടുണ്ട്. യകൂനു ഫി ആഖിരിസ് സമാൻ, ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. യകൂനു ഫി ആഖിരിസ് സമാൻ, ലോകാവസാനത്തിൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും. മറ്റു ചില ഹദീസുകൾ കാണാൻ സാധിക്കും യൂഷിക്കുൽ ഉമമു അൻ തദഅ അലൈക്കും, ഈ കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട്. ഹദീസിന്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറ്റു ചില ഹദീസുകൾ കാണാം മതസ്സാ, എന്നാണ് ഖിയാമത്ത് നാൾ എന്ന് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില അടയാളങ്ങൾ സഹാബത്തിന് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ആ അടയാളങ്ങളെല്ലാം പുലർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇങ്ങനെ ലോകത്തിന്റെ അവസാന കാലഘട്ടത്തിൽ വരാനുള്ള എല്ലാവിധ അടയാളങ്ങളും ലക്ഷണങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ആ കൂട്ടത്തിൽ പറയുകയുണ്ടായി, സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ സമൂഹത്തിന്റെ ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ആ കാലഘട്ടം ഇവിടെ പുലർന്നു കഴിഞ്ഞാൽ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, പാവനമായിരിക്കുന്ന ഇസ്ലാമിന്റെ നാമം മാത്രം അവശേഷിക്കുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നു എന്ന് പല കാരണങ്ങളും പറയുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചിന്തിക്കാൻ സാധിക്കുന്നത് ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളിലായി റസൂലുള്ളാഹി എണ്ണി പറഞ്ഞ എല്ലാ കാര്യങ്ങളും പുലരുന്ന ആ കാലഘട്ടത്തിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. സയഅതി സമാനുൻ അലാ ഉമ്മത്തി ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, പാവനമായിരിക്കുന്ന ദീനുൽ ഇസ്ലാമിന്റെ ആരാധനകളിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് അതിന്റെ നാമം മാത്രം അവശേഷിക്കുന്ന ഒരു കാലഘട്ടം വരാനിരിക്കും. നാമമാത്രം മുസ്ലിങ്ങൾ, നാമമാത്രം ആരാധനകൾ, നിസ്കാരമായാലും അതിന്റെ നാമത്തിൽ മാത്രം നിലകൊള്ളുന്നു. ഹജ്ജായാലും ഉംറയായാലും സക്കാത്തുകളായാലും നോമ്പ് ആയാലും ഇങ്ങനെ ഇസ്ലാമിന്റെ ഏത് പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുമ്പോഴും നാമമാത്രമാകുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നു എന്ന് താക്കീത് നൽകിയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്നതായിരിക്കുന്ന ആരാധനകൾ അതിന്റെ ആത്മീയമായിരിക്കുന്ന രംഗങ്ങൾ സജീവമാക്കുന്നതിന് വേണ്ടിയും ഓരോ കർമ്മങ്ങളിലേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിലും ആ കർമ്മത്തെ സംബന്ധിച്ച് ആ അമലിനെ സംബന്ധിച്ച് ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ പഠിക്കാനുള്ളതായിരിക്കുന്ന അവസരങ്ങൾ കണ്ടെത്തൽ നമ്മുടെ ബാധ്യതയാണ്. ഇതിനു വേണ്ടിയാണ് നമ്മുടെ മഹത്തായിരിക്കുന്ന ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ഇങ്ങനൊരു അവസരം നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ സംഘാടകരെ അഭിനന്ദിക്കുന്നു, അർഹമായ പ്രതിഫലം അവർക്ക് നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പല രൂപത്തിലും പ്രതിഫലങ്ങൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിനും ഉംറക്കും നമ്മുടെ മുമ്പിൽ വിവരിച്ചു തന്നിട്ടുണ്ട്. അത്രയും പുണ്യമായിരിക്കുന്ന ഒരു ആരാധനയാണ് നമ്മുടെ മുൻപിലുള്ളത്. വിശദമായിരിക്കുന്ന കർമ്മങ്ങളിലേക്ക് അതിന്റെ വിശദമായിരിക്കുന്ന ചർച്ചയിലേക്ക് ഇവിടെ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല.
അതിന്റെ ആത്മീയമായിരിക്കുന്ന അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ആമലുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വിശദമായിരിക്കുന്ന ഒരു ചർച്ച ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഉദവി ഇവിടെ നടത്തുകയാണ്. അതിന്റെ മുമ്പായി അതിന്റെ രൂപങ്ങൾ, ഉംറയുടെ രൂപങ്ങൾ ചുരുക്കി ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മാത്രമാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന ബാധ്യതയുള്ളത്. അതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉംറക്കാരായിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഹാജിമാരായിരിക്കുന്ന ആളുകൾക്ക് ലോകത്തിന്റെ ഒരു ഭാഗത്തും ചെയ്യാതെ മക്കയിൽ ചെയ്യുന്ന മാത്രം നിർവഹിക്കേണ്ട ഒരു അമലാണ് ഹജ്ജും ഉംറയും എന്നുള്ളത്. ആ ഉംറക്കാർക്കും ഹാജിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പല പ്രത്യേകതകളും നൽകിയിട്ടുണ്ട്. പ്രത്യേകമായി ഉംറക്കാരെ സംബന്ധിച്ച് ഹബീബ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഒരു ഉംറ ചെയ്ത് അടുത്തൊരു ഉംറ, രണ്ട് ഉംറ ചെയ്യുകയാണ് ഒരാൾ. ഒരു വർഷം ഒരു ഉംറ ചെയ്തു, അങ്ങനെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഉംറ ചെയ്യുന്നു. എന്നാൽ ആ ഉംറകൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന കാലവേളയിൽ, ആ ഇടവേളയിൽ ഉണ്ടായ എന്തെല്ലാം വിധ തിന്മകളാണ് അവന്റെ ഭാഗത്തിൽ നിന്ന് സംഭവിച്ചത് എങ്കിൽ ആ തിന്മകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പൊറുക്കുകയാണ്. ഇതാണ് പ്രത്യേകമായി ഈ ഉംറയുടെ ലക്ഷ്യം. ഹജ്ജും ഉംറയും എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് മനുഷ്യനെ വിമുക്തമാക്കി അള്ളാഹുവിന്റെ പൊരുത്തത്തിനും അള്ളാഹുവിന്റെ സ്വർഗലോകത്തിനും വിധേയമാക്കുന്ന, അവകാശിയാക്കുന്ന ഒരു അമലാണ് ഹജ്ജും ഉംറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഹ്റാമിന്റെ ശേഷമുള്ള ആ തൽബിയത്തിന്റെ ഉടനെ ഓരോ ആളുകളും മുഹരിമീങ്ങളും ഹാജിമാരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ദുആ ഈ കാര്യങ്ങളാണ് അള്ളാഹുവിനോട് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സഖതിക വന്നാർ. പടച്ചവനെ, നിന്റെ കോപവും നിന്റെ നരകത്തെ തൊട്ട് ഞാൻ അഭയം ചോദിക്കുന്നു, നിന്റെ തൃപ്തിയും സ്വർഗവും ഞാൻ അത് നിന്നോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്ന് നിരന്തരമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഉംറയിലൂടെയും ഹജ്ജിലൂടെയും സമാനമായും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അള്ളാഹുവിന്റെ മഹത്തായിരിക്കുന്ന സ്വർഗമാകുന്ന ഭവനമാണ്. അതിന്റെ അവകാശികളാകുന്നതിന് വേണ്ടിയുള്ള അർഹത നേടുക എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സുകളിൽ നിന്നൂടെ നമുക്ക് ലഭ്യമാകേണ്ടത്. ഏതൊരു യാത്രക്ക് ഒരുങ്ങുന്ന സന്ദർഭത്തിലും അതിന്റെ ആമുഖമായിരിക്കുന്ന ചില അദബുകളുണ്ട്. പ്രത്യേകമായി ഒരു ഇബാദത്തിന് വേണ്ടി നാം മുന്നിട്ടിറങ്ങുകയാണ്. നാം ദുനിയാവിൽ ചെയ്ത യാത്രകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഹജ്ജിന്റെയോ ഉംറയുടെയോ എന്ന് മാത്രമല്ല, ഏതൊരു നല്ലൊരു കാര്യങ്ങൾക്ക് നാം ഇറങ്ങുന്ന സന്ദർഭത്തിലും ആദ്യമായി ആ കാര്യങ്ങളെ സംബന്ധിച്ചൊരു കൂടിയാലോചന, ഒരു മുഷാവറ സുന്നത്താണ്. ബന്ധപ്പെട്ടതായിരിക്കുന്ന ആളുകളോട്, മാതാപിതാക്കളോട്, ഉസ്താദന്മാരോട്, അതല്ലെങ്കിൽ പോയി പരിചയമുള്ളതായിരിക്കുന്ന ആളുകളുമായി ഈ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളത് പ്രധാനമായിരിക്കുന്ന ഒരു ബർക്കത്തുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാര്യം നമ്മെ പഠിപ്പിച്ചതുമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ യാത്രക്കൊരുങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മുഷാവറ ചെയ്തതിന് ശേഷമായി പിന്നീട് അവർ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നു. ഇസ്തിഖാറത്തിന്റെ സുന്നത്ത് എന്നാണ് അതിന്റെ പേര്. നാം ചെയ്യുന്നതായിരിക്കുന്ന കാര്യം ഖൈറിലും സന്തോഷത്തിലുമാകുന്നതിന് വേണ്ടി പ്രത്യേകമായി 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അത് ഹജ്ജ് ഉംറ എന്ന് മാത്രമല്ല, ഏതൊരു കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിലും ആ കാര്യത്തിന്റെ ഭാവിയും വരാനിരിക്കുന്ന കാര്യങ്ങളും ഖൈറും റാഹത്തുമാണെങ്കിൽ അത് നമ്മിലേക്ക് അടുത്തു വരാനും ആ കാര്യം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ തൗഫീഖ് ആവശ്യപ്പെടുന്ന ഒരു നിസ്കാരമാണ് സലാത്തുൽ ഇസ്തിഖാറത്ത്. ഇസ്തിഖാറത്തിന്റെ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കുക. ഫാത്തിഹയ്ക്ക് ശേഷമായി 1-ാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും 2-ാം റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ഓതി ആ നിസ്കാരത്തിന് ശേഷം നമ്മുടെ മുന്നിലുള്ളതായ കാര്യം അള്ളാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്യുക. ഹദീസിൽ അതിന്റെ ദുആകളൊക്കെ വാരിദായിട്ടുണ്ട്. അതിനുശേഷമായി നാം ഏകദേശം കാര്യങ്ങളിലേക്ക് നമുക്ക് തീരുമാനം ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്രയുടെ രംഗങ്ങളിലേക്ക് നാം അതിന്റെ ഭാവി പരിപാടിയിലേക്ക് നാം മുന്നിട്ടുകൊണ്ട് ഇറങ്ങുന്ന സന്ദർഭത്തിൽ പ്രധാനമായും നാം ചെയ്യേണ്ടത്, ഒരു കാലഘട്ടം നാം ഇവിടെ ജീവിച്ചു കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ ഒട്ടേറെ തിന്മകളുടെ നമ്മുടെ ഭാഗത്തിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ആ തിന്മകളെല്ലാം ഓർക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രധാനമായി തൗബ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി ആവശ്യപ്പെടുക. കഴിഞ്ഞ കാലഘട്ടത്തിലുള്ളതായിരിക്കുന്ന തിന്മകൾ മുഴുവനും അള്ളാഹുവിനോട് പുറത്തു കിട്ടിയും കൊണ്ട് ഒരു വിശുദ്ധമായിരിക്കുന്ന മനസ്സുകൊണ്ടായിരിക്കണം നാം അള്ളാഹുവിന്റെ ഭവനമായിരിക്കുന്ന കഅബയെ സമീപിക്കേണ്ടത്.
അള്ളാഹുവിന്റെ റസൂലിന്റെ ഹബീബ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് നാം സമീപിക്കേണ്ടത്. അതിനു വേണ്ടി ഒരു പൂർണ്ണമായിരിക്കുന്ന തൗബ, നാം ഒരു ദൃഢമായിരിക്കുന്ന പ്രതിജ്ഞ ചെയ്യുകയാണ്. പടച്ചവനെ, ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒട്ടേറെ തിന്മകൾ നാം ചെയ്തവനാണ്. നീ ഗഫൂറുർ റഹീമാണ്. നീ എല്ലാ ദോഷങ്ങളും പൊറുക്കുന്നവനാണ്. എന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള എല്ലാ പാപങ്ങളും എനിക്ക് നീ പൊറുക്കുകയും മാപ്പ് ചെയ്യുകയും ചെയ്യണം. ഇനി വരുന്നൊരു ജീവിതം, ഒരു പുതുതായ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയാണ്. ഒരു ദൃഢമായിരിക്കുന്ന പ്രതിജ്ഞ ഒരു ഹജ്ജിനോ ഉംറക്കോ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി അനിവാര്യമാണ്. അവനൊരു പുതിയതായിരിക്കുന്ന ജീവിതത്തിലേക്ക് മാറുകയാണ്. അവന്റെ ജീവിതം കഴിഞ്ഞ കാലഘട്ടത്തിലുള്ളതായ ആ ജീവിതത്തിൽ നിന്ന് മാറി അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രം ജീവിക്കുക എന്നുള്ള ഒരു തീരുമാനത്തോടുകൂടെ ഒരു അമലിലേക്ക് അവൻ കടന്നു ചെല്ലുമ്പോൾ പ്രത്യേകമായി കഴിഞ്ഞ കാലത്തിലുള്ളതായ പാപമോചനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഹജ്ജും ഉംറയും കഴിഞ്ഞാൽ അതിന്റെ ശേഷമായി നല്ലൊരു ജീവിതത്തിലേക്ക് മാത്രമേ ഞാൻ തിരിയുകയുള്ളൂ. എന്റെ ഭാഗത്തിൽ നിന്ന് പടച്ചവൻ എനിക്ക് അനിഷ്ടകരമായ, നിന്റെ പൊരുത്തത്തിന് വിരുദ്ധമായ യാതൊരു പ്രവർത്തനത്തിലേക്കും ഞാൻ മുന്നിടുകയില്ല എന്നുള്ള പൂർണ്ണമായിരിക്കുന്ന ഒരു തീരുമാനമില്ല എങ്കിൽ ഒരിക്കലും തന്നെ അത്തരക്കാരായിരിക്കുന്ന ആളുകൾ ഹജ്ജിനോ ഉംറക്കോ പോയിട്ട് യാതൊരു ഫായിദയും ഇല്ല എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും വരുന്ന ജീവിതത്തിൽ ഒരു തിന്മയോടും ബന്ധപ്പെടാതെ നല്ലവനായി ജീവിക്കുമെന്നുള്ള ഉറച്ചൊരു തീരുമാനം അവന്റെ ഭാഗത്തിൽ നിന്ന് വേണം. അങ്ങനത്തെ ഒരാൾ മാത്രമേ ഇത്തരം ഒരു അമലിലേക്ക് വരേണ്ടതുള്ളൂ. കാരണം അവൻ പുതുതായ ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുന്ന ഒരു അമലാണ് ഹജ്ജും ഉംറയും. ഒരു ഉംറയും ഹജ്ജും ചെയ്തുകൊണ്ട് തിരിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സകലമായ പാപങ്ങളും അല്ലാഹു പുറത്തുകൊണ്ട് ഒരു കുഞ്ഞിന്റെ ഒരു ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കുഞ്ഞിന്റെ മാനസികമായിരിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാറ്റുകയാണ്. പിന്നെ ആ മനസ്സിന് കളങ്കമേൽക്കാൻ പുരലുന്ന ഒരു അവസ്ഥ ഒരിക്കലും തന്നെ സഹോദരന്റെ ഭാഗത്തിൽ നിന്നുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു ജീവിത വിശുദ്ധിയോടുകൂടെ ശിഷ്ടജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ആ ഒരു തീരുമാനം ആണ് ആദ്യമായി നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി ഒരു നല്ല രൂപത്തിലുള്ള ഒരു തൗബ, ഒരു പശ്ചാത്താപം, ഒരു ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാപമോചനത്തിലുള്ളതായിരിക്കുന്ന ആവശ്യപ്പെടൽ നമ്മുടെ ഭാഗത്തിൽ നിന്ന് ആവശ്യമാണ്. പിന്നീട് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കാശുകൾ ഹലാലായ കാശ് മാത്രമേ ഹജ്ജിനും ഉംറക്കും ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. ഹലാലല്ലാത്ത ഹറാമിന്റെ കാശ് കൊണ്ട് ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ വേണ്ടി പോവുകയാണ് എങ്കിൽ ഇവൻ പറയുന്നു ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ വാനലോകത്തിൽ നിന്നുള്ള മലായികത്ത് പറയുന്നു ലാ ലബ്ബൈക വലാ സഅദൈക്, നിനക്ക് ലബ്ബൈക്കില്ല സഅദൈക്കില്ല, നിനക്ക് വിജയമില്ല. കാരണം നിന്റെ സമ്പത്തുകൾ ഹറാമാണ്, നിന്റെ ഭക്ഷണം ഹറാമാണ്, നിന്റെ വസ്ത്രം ഹറാമാണ്. ഈ യാത്രയിൽ ഒരു രൂപത്തിലുള്ള സ്വീകാര്യതയും നിനക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മലക്കുകൾ അവനെ വിളിച്ചറിയിക്കുകയാണ്. അതേ സമയത്ത് ഹലാലായ കാശുകൊണ്ട് ഒരു നല്ലതായിരിക്കുന്ന ലക്ഷ്യത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു ഹാജിയെ സംബന്ധിച്ച്, ഉംറക്കാരനെ സംബന്ധിച്ച് അവൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുമ്പോൾ ലബ്ബൈക ലബ്ബൈക് വസഅദൈക് എന്ന് പറഞ്ഞുകൊണ്ട് മലായികത്തുകൾ അവനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹലാലിന്റെ കാശുകൾ മാത്രമേ ഈ വിഷയത്തിലേക്ക് ഉപയോഗപ്പെടുത്താവൂ. അതുപോലെ പ്രധാനമായി ചിന്തിക്കേണ്ടത് അവന്റെ ഉദ്ദേശശുദ്ധി, അവന്റെ ഇഖ്ലാസ് വളരെ കൃത്യമായിരിക്കണം. വളരെ നല്ല ഇഖ്ലാസോടുകൂടെ ആയിരിക്കണം അവൻ മുന്നോട്ട് പോവേണ്ടത്. പലരും പല ലക്ഷ്യത്തോടുകൂടെ അവന്റെ കുടുംബങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, അവരെ കാണാൻ വേണ്ടി ഇവൻ ഇവിടുന്ന് ഉംറയ്ക്ക് വേണ്ടി പോവുകയാണ്. അതല്ലെങ്കിൽ മറ്റു ചില കുടുംബങ്ങളുമായി ഏറെക്കുറെ കാലമായി ഗൾഫ് ജീവിതത്തിൽ വിട്ടുകൊണ്ട് താമസിക്കുന്നു, അവരെ കാണുന്നതിന് വേണ്ടി ഒരു ഉംറ അവൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിലുള്ളതായ അവന്റെ വിശ്വാസശുദ്ധിക്ക് വിരുദ്ധമായി എന്തെങ്കിലും അവൻ സംഭവിച്ചു പോവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആളുകൾക്ക് വേണ്ടി പറയപ്പെട്ട ഒരു കൂലിയും ഒരു നേട്ടവും ഈ സഹോദരന് ലഭ്യമാകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വളരെ നിഷ്കളങ്കമായ രൂപത്തിലായിരിക്കണം ചെയ്യേണ്ടത്. വഅതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് വഅതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്,
അള്ളാഹുവിന് വേണ്ടി ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കുക. ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു എന്നുള്ളതായ അതിലേക്ക് മറ്റൊരു രൂപത്തിലുമുള്ള പങ്കാളികളെയും ചേർക്കാതെ, മറ്റൊരു രൂപത്തിലുള്ള ലക്ഷ്യവും അതിലേക്ക് കടന്നു വരാതെ നിഷ്കളങ്കമായിരിക്കുന്ന ഒരു മനസ്സോടുകൂടെ മാത്രമേ ഈ യാത്രയിലൂടെ കടന്നു പോവാൻ പാടുള്ളൂ. അങ്ങനെ ഈ ആമുഖമായിരിക്കുന്ന അദബുകളും മര്യാദകളും എല്ലാം പാലിച്ചുകൊണ്ട് ഒരാൾ അദ്ദേഹത്തിന് യാത്ര പുറപ്പെടാനുള്ളതായ സമയങ്ങളെല്ലാം ലഭ്യമായി. ആ സമയം അവനിലേക്ക് അടുത്തു കഴിഞ്ഞ് അടുത്ത സമയത്ത് അവൻ വീട്ടിൽ നിന്ന് പുറപ്പെടാനിരിക്കുകയാണ്. അവന്റെ ലഗേജുകളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയതിന് ശേഷമായി അവൻ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, ഇത് ഏത് യാത്രക്കാരാണെങ്കിലും അവർക്ക് സുന്നത്തുള്ള കാര്യമാണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഫാത്തിഹയ്ക്ക് ശേഷമായി 1-ാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും 2-ാം റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ഓതി യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് എന്ന നിയത്തോടുകൂടെ നിസ്കാരം നിർവഹിച്ച് സലാം വീട്ടിയതിന് ശേഷമായി അതേ ഇരുത്തത്തിൽ തന്നെ ആയത്തുൽ കുർസി ഓതിയും കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് അവൻ വാഹനത്തിലേക്ക് കയറുന്നു. വാഹനത്തിൽ കയറി യാത്ര പുറപ്പെടുകയാണ്. യാത്രക്ക് ആവശ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ അതാത് സന്ദർഭങ്ങളിൽ അമീറന്മാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കും. അഥവാ നിസ്കാരങ്ങളുടെ കാര്യങ്ങളിലും മറ്റുമൊക്കെ ഇസ്ലാം അനുവദിച്ചതായിരിക്കുന്ന ജമ്മും കസറുമെല്ലാം ആക്കിയും കൊണ്ടാണ് യഥാർത്ഥത്തിൽ യാത്ര പുറപ്പെടാറുള്ളത്. അങ്ങനെ യാത്ര പുറപ്പെട്ടുകൊണ്ട് നാം യാത്രയിൽ മീഖാത്തിലെത്തുന്ന സന്ദർഭം മുതൽക്കാണ് നാം ആരംഭിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഇഹ്റാം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ടതായിരിക്കുന്ന പ്രത്യേകമായ സ്ഥലങ്ങളുണ്ട്. ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് മക്കയിലേക്ക് വരുന്ന ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലം ഇഹ്റാം ഇല്ലാതെ മുന്നോട്ട് കടക്കാൻ പാടില്ല. അതവർക്ക് ഹറാമായിട്ട് വരും. അപ്പോൾ UAE-യിൽ നിന്ന് പോകുന്ന ആളുകൾ നേരെ മക്കയിലേക്ക് പോവുകയാണ് എങ്കിൽ അവർക്ക് ത്വായിഫിനടുത്ത് കർണുൽ മനാസിൽ നിന്ന് മുൻകാലങ്ങളെ അറിയപ്പെടുകയും ഇപ്പോൾ അത് അബിയാർ അലി എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്ന സ്ഥലത്താണ് അവർക്ക് ഉംറ ചെയ്യാനുള്ളതായിരിക്കുന്ന മീഖാത്ത്. അതേസമയം നേരെ മദീനയിലേക്ക് പോവുകയും അവിടെയുള്ള സിയാറത്തിന് ശേഷമായി മക്ക ലക്ഷ്യമാക്കിയും കൊണ്ട് മക്കയിലേക്ക് പുറപ്പെടുകയാണ് എങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിനെല്ലാം ഇഹ്റാം ചെയ്തതായ ദുൽഹുലൈഫ എന്ന് മുമ്പ് അറിയപ്പെടുകയും ഇന്ന് അബിയാർ അലി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് അവർ ഇഹ്റാം ചെയ്യേണ്ടത്. ആ സ്ഥലങ്ങളിൽ നിന്ന് ഇഹ്റാം ഇല്ലാതെ മുന്നോട്ട് പോവാൻ അനുവദനീയമല്ല. ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് നാം ഇഹ്റാമിനെ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഉംറക്ക് ആകെ 5 ഫറലുകളാണുള്ളത്. 1 ഇഹ്റാം ചെയ്യുക, 2 തവാഫ് ചെയ്യുക, 3 സഅയ് ചെയ്യുക, 4 മുടി നീക്കുക, 5 ഈ പറഞ്ഞ 4 കാര്യങ്ങൾ അതിന്റെ ഓർഡർ അനുസരിച്ചുകൊണ്ട് ചെയ്യുക. തെർത്തീബ് എന്നാണ് അതിന് പറയപ്പെടുന്നത്. ഈ 5 ഫറലുകൾ മാത്രമേ ഉംറക്കുള്ളൂ. അതല്ലാതെ നിർബന്ധമായി നാവുകൊണ്ട് ഉച്ചരിക്കേണ്ടതായ ഒരു വാക്ക്, ഒരു ദിക്റോ അതല്ലെങ്കിൽ ഖുർആൻ പാരായണമൊന്നും ഉംറയിലില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഉംറക്കുള്ളത്. പക്ഷേ ഇത് ഉംറയുടെ മുഖ്യമായിരിക്കുന്ന അമലുകളാണ്. ഓരോ അമലുകൾക്കും അതിനോട് അനുബന്ധമായിരിക്കുന്ന ആദാബുകളും സുന്നത്തുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇഹ്റാം എന്ന 1-ാമത്തെ ഫറലിന്റെ മുമ്പായി നാം ചെയ്തുകൊണ്ടിരിക്കേണ്ട ചില അദബുകളെ സംബന്ധിച്ച് നാം ഉണർത്തുകയാണ്. ആദ്യമായി ഉംറക്ക് ഉദ്ദേശിക്കുന്ന ഒരാൾ ഇഹ്റാമിന്റെ മുമ്പായി ഇഹ്റാമിന്റെ നിയത്തോടുകൂടെ അവൻ കുളിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അശുദ്ധിയുള്ള സ്ത്രീകളാണെങ്കിലും അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാം. അവർക്കും ഈ സുന്നത്തായ കുളിയുണ്ട്. അങ്ങനെ ആദ്യമായി നിയത്തോടുകൂടെ അവര് ഇഹ്റാമിന്റെ സുന്നത്തായ കുളി നിർവഹിക്കുകയും അതിനുശേഷമായി ഇഹ്റാമിന്റെ ഡ്രസ്സ് അണിയുന്നു. അതിനുശേഷമായി ശരീരത്തിൽ അത്തറുകൾ ഉപയോഗിച്ച് പള്ളിയിൽ ചെന്നുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നു. ഇഹ്റാമിന്റെ മുമ്പായി ചെയ്യേണ്ടതായിരിക്കുന്ന പ്രധാനമായ സുന്നത്തുകൾ
ഒന്ന് ആദ്യമായി നഖം വെട്ടിയും കൊണ്ടും അതുപോലെ തന്നെ നീക്കൽ സുന്നത്തുള്ള രോമങ്ങൾ നീക്കിയും കൊണ്ടും പൂർണ്ണമായിരിക്കുന്ന ഒരു വൃത്തി സമ്പാദിക്കുക. അതിനുശേഷമായി ഇഹ്റാമിന്റെ സുന്നത്തായ കുളി നിർവഹിക്കുക. അതിനുശേഷമായി ശരീരത്തിൽ അത്തർ ഉപയോഗിക്കുക. അതുപോലെ തന്നെ അതിനുശേഷമായി ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക. ഈ അദബുകളെല്ലാം നിർവഹിച്ചതിന് ശേഷമായി അവൻ പള്ളിയിൽ വെച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൽ വെച്ചുകൊണ്ടോ ഉംറയ്ക്ക് ഇഹ്റാം നിർവഹിക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് വാഹനത്തിൽ വെച്ചുകൊണ്ടുള്ള ഇഹ്റാമാണ് സുന്നത്ത്. ആ ഇഹ്റാമിന്റെ രൂപം നബൈത്തുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ഉംറക്ക് ഞാൻ ഇഹ്റാം ചെയ്യുകയും നിയത്ത് ചെയ്യുകയും ചെയ്തു എന്ന് അവൻ മനസ്സിൽ കരുതുന്നു. അതോടുകൂടെ തന്നെ ഉംറയിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞു. ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത ഒരു മുഹരിം എന്ന പേരിലാണ് പിന്നീട് അവൻ അറിയപ്പെടുന്നത്. ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് തവാഫിൽ എത്തുന്നത് വരെ അവന് പ്രത്യേകമായിരിക്കുന്ന ഒരു ഇബാദത്ത് സുന്നത്തുണ്ട്. അതാണ് തൽബിയത്ത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ചൊല്ലുന്ന ഈ തൽബിയത്തിൽ ആദ്യ തവണ ചൊല്ലുന്ന സന്ദർഭത്തിൽ അവൻ ഉംറയാണെങ്കിൽ ഉംറയെ കൂട്ടിക്കൊടുക്കൽ സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലബ്ബൈക് അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇങ്ങനെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് പുരുഷന്മാരാണെങ്കിൽ അവരുടെ ശബ്ദം ഉയർത്തിയും കൊണ്ടും, സ്ത്രീകളാണെങ്കിൽ അവർ മറ്റൊരാൾ കേൾക്കാത്ത രൂപത്തിൽ വളരെ സ്വന്തം തടി കേൾക്കുന്ന രൂപത്തിൽ പതുക്കെയുമാണ് ചെല്ലേണ്ടത്. പിന്നീട് തൽബിയത്തിന്റെ പ്രധാനപ്പെട്ട അദബുകളുണ്ട്. ആ തൽബിയത്ത് 3 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അതിന്റെ ശേഷമായി അവൻ ദുആ ചെയ്യണം. വീണ്ടും തൽബിയത്തിലേക്ക് വരുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നിരവധി സ്വലാത്തിന്റെ സീഗകൾ നാം പഠിച്ചിട്ടുണ്ട്. അതിൽ വെച്ച് ഏറ്റവും ആ സന്ദർഭത്തോട് ഏറ്റവും അടുത്തതും ഏറ്റവും അഫ്ളലായത് നാം തഹിയ്യാത്തിൽ ചൊല്ലി വരാറുള്ള സ്വലാത്ത് ഇബ്രാഹിമിയയാണ്. അതിനുശേഷമായി അവൻ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖതിക വന്നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് ചൊല്ലി ദുആ ചെയ്ത് വീണ്ടും തൽബിയത്തിലേക്ക് വരുന്നു. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് വിശുദ്ധമായിരിക്കുന്ന മക്കയിൽ അവൻ എത്തിച്ചേരുകയാണ്. ആ മക്കയിൽ എത്തിച്ചേർന്നതിന് ശേഷമായി അവന്റെ റൂമിൽ ലഗേജുകളും മറ്റു എല്ലാ കാര്യങ്ങളും വെച്ചതിന് ശേഷം അവൻ അടുത്ത അമലായിരിക്കുന്ന തവാഫിലേക്ക് പള്ളിയിലേക്ക് വരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഈ തവാഫ് എന്ന് പറഞ്ഞാൽ അത് നിസ്കാരം തന്നെയാണ്. പക്ഷേ തവാഫിൽ സംസാരിക്കൽ ഹലാലാണ്. നിങ്ങൾ അനുവദനീയമായിരിക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന്. ഇതിൽ നിന്ന് നിസ്കാരം പോലെ എന്ന് പറയുമ്പോൾ നിസ്കാരത്തിന് ആവശ്യമായിരിക്കുന്ന ചില നിബന്ധനകളൊക്കെ തവാഫിനും അനിവാര്യമാണ്. അഥവാ ശുദ്ധി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നജസിൽ നിന്നും അശുദ്ധികളിൽ നിന്നും ശുദ്ധി വരുത്തുക, ഔറത്ത് മറക്കുക, ഇതൊക്കെ തവാഫിന് നിർബന്ധമാണ്. ഇവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഒളു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതായിരിക്കുന്ന ആ ഒളുവിന്റെ ഫർളുകളോടുകൂടെ സുന്നത്തുകളായി അഭിപ്രായപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ സുന്നത്തുകളെല്ലാം മുഴുവനുമായി എടുക്കുന്ന മുഖേന മറ്റു മദ്ഹബിന്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലൊക്കെ നമ്മുടെ ഒളു ശരിയാവുകയും ആ പൂർണ്ണമായിരിക്കുന്ന ഒരു ഒളുവോടുകൂടെയാണ് നാം തവാഫിന് വേണ്ടി പുറപ്പെടുന്നത്. അതുപോലെ തന്നെ ഔറത്ത് മറക്കുന്ന വിഷയത്തിൽ പ്രത്യേകമായി പുരുഷന്മാർ സാധാരണ മുണ്ട് ധരിക്കുന്ന സന്ദർഭത്തിൽ പൂക്കളിന്റെ തായായിരിക്കും ധരിച്ച് ശീലമുള്ളത് എങ്കിൽ ഒരിക്കലും ആ രൂപത്തിലുള്ള വസ്ത്രധാരണ കൊണ്ട് തവാഫ് സഹിയാവുകയില്ല. കാരണം തവാഫിന് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പുരുഷൻ ധരിക്കുന്നത് അവന്റെ പൊക്കൾ മുതൽ താഴോട്ടുള്ളൊരു മുണ്ടും അതുപോലെ തന്നെ അവന്റെ പൊക്കൾ മുതൽ മുകളിലേക്ക് മറക്കുന്ന ഒരു മുണ്ടും മാത്രമാണ്. അടിവസ്ത്രങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ പൊക്കളിൽ നിന്നോ മുട്ടിൽ നിന്നോ അതിന്റെ ഇടയിലുള്ള ഭാഗങ്ങളിൽ നിന്ന് വല്ലതും വെളിവായി കഴിഞ്ഞാൽ അവന്റെ തവാഫ് ആ സന്ദർഭത്തിൽ സഹിയാകുന്നതല്ല. എന്നതുപോലെ തന്നെ സ്ത്രീകൾ അവരുടെ മുഖമക്കനയും അതുപോലെ തന്നെ സോക്സ് ധരിച്ചുകൊണ്ട് കാലുമറക്കലും അതുപോലെ അവരുടെ കൈയിന്റെ ഭാഗങ്ങളൊക്കെ ഒരിക്കലും വെളിവാകാത്ത രൂപത്തിലുള്ള മുൻകൈയില്ലാത്ത മറ്റൊരു ഭാഗവും വെളിവാകാത്ത രൂപത്തിലുള്ള വസ്ത്രധാരണയാണ് പൂർണ്ണമായും അവർ ധരിക്കേണ്ടത്. അങ്ങനെ വിശുദ്ധമായിരിക്കുന്ന മസ്ജിദുൽ ഹറാമിലേക്ക് പള്ളിയിലൂടെ കടന്നുകൊണ്ട് ആ വിശുദ്ധമായ കഅബയുടെ മുറ്റത്തേക്ക് അവരെത്തുകയാണ്. അതുവരേക്കും
ഈ പുരുഷന്മാരുടെ വസ്ത്രധാരണയിൽ യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. അങ്ങനെ തവാഫിലേക്ക് ആരംഭിക്കുന്ന സന്ദർഭത്തിലാണ് പുരുഷൻ ധരിച്ചതായിരിക്കുന്ന അവന്റെ മേൽത്തട്ടം അതിന്റെ ഭാഗം ഒന്ന് മാറ്റിയെടുത്തുകൊണ്ട് പ്രത്യേകമായി പൂന്നൂൽ ധരിക്കുന്നത് പോലെയായി. സാധാരണഗതിയിൽ നാം ഇങ്ങനെയാണ് ധരിച്ചിട്ടുണ്ടാവും. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മേൽത്തട്ടം ഏത് രൂപത്തിലും ധരിക്കാം. കുളി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ഇഹ്റാമിന്റെ വേഷത്തിൽ ഇങ്ങനെ പൂന്നൂൽ ധരിക്കൽ സുന്നത്തില്ല. അവര് കഅബയുടെ മുറ്റത്തിലേക്ക് മതാഫിലേക്ക് എത്തി തവാഫ് ആരംഭിക്കുന്ന ആ സന്ദർഭത്തിൽ, അപ്പോൾ അതിന്റെ മുമ്പായിട്ട് തന്നെ അവര് മേൽമുണ്ട് എടുത്തുകൊണ്ട് അവരിങ്ങനെ ധരിക്കണം. വലത് ഭാഗം തുറന്നിട്ടുകൊണ്ട് ഇടത് ഭാഗത്തിന്റെ കക്ഷം മറച്ചുകൊണ്ട് തവാഫിലേക്ക് ആരംഭിക്കുകയാണ്. ഇതാണ് അവിടെ സുന്നത്ത്. ഇതിന് പൂന്നൂൽ ധരിക്കുക എന്ന് പറയും. അഥവാ ഉംറയുടെ ആളുകളാണെങ്കിൽ അവർ ഉംറയുടെ തവാഫിൽ മാത്രമേ അവർക്ക് ഇങ്ങനെ ചെയ്യൽ സുന്നത്തുള്ളൂ. അവർക്ക് അതിന്റെ ശേഷം സഅയ് വരുന്നുണ്ട്. അതല്ലാതെ സുന്നത്തായിരിക്കുന്ന തവാഫുകൾക്ക് ഇങ്ങനെ വേഷം ധരിക്കും വേണ്ട, സാധാ വേഷത്തിൽ ധരിക്കുകയും ചെയ്യും. അപ്പോ ഈ വേഷം ധരിക്കേണ്ടത് ശേഷം സഅയ് വരുന്നുണ്ട് എങ്കിൽ എന്നതുപോലെ തന്നെ ആ ധരിക്കുന്ന സന്ദർഭത്തിന്റെ ആദ്യത്തെ 3 ചുറ്റുകളിൽ അവരുടെ കാലടിപ്പാടുകൾ അടുത്തടുത്ത് വെച്ചുകൊണ്ട് അല്പം ധൃതിയിൽ റമല് നടത്തം എന്ന് പറഞ്ഞൊരു സുന്നത്തുണ്ട്. ആദ്യത്തെ 3 ചുറ്റലുകൾ ഇതും രണ്ടും ഈ സഅയുമായി ബന്ധപ്പെട്ട ശേഷം സഅയുള്ള തവാഫുകളിൽ മാത്രമേ ഈ 2 സുന്നത്തുള്ളൂ. ഏതായിരുന്നാലും നാം കഅബയുടെ മുറ്റത്തേക്ക് എത്തി നമ്മൾ ദുആകളെല്ലാം കഴിഞ്ഞ് തവാഫ് ആരംഭിക്കുകയാണ്. ഈ മൂലയാണ് ഹജറുൽ അസ്വദിന്റെ മൂല എന്ന് പറഞ്ഞാൽ കഅബയുടെ വാതിൽ നിലകൊള്ളുന്നതിനോട് അടുത്ത മൂല. അവിടെ ഹജറുൽ അസ്വദ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാനിരിക്കുകയാണ്. ഏതായിരുന്നാലും ആ മൂലയിൽ നിന്നാണ് നമുക്ക് തവാഫ് ആരംഭിക്കാനുള്ളത്. ആ മൂലയിൽ ചെന്നുകൊണ്ട് അതിന്റെ യഥാർത്ഥമായ സുന്നത്ത് നാം സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ ചുംബിച്ചതിന്റെ ശേഷമാണ് അത് ആരംഭിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും അതിന് കൃത്യമായ രൂപത്തിൽ നമുക്ക് ആ സുന്നത്തുകൾ സമ്പാദിക്കാൻ സാധിക്കണമെന്നില്ല. കാരണം ശക്തമായ തിരക്കുണ്ടാവുമ്പോൾ ആ സുന്നത്ത് സമ്പാദിക്കുന്നതിന് വേണ്ടി ആളുകളെ ഇടിച്ചു മാറ്റി തിരക്കിയും കൊണ്ട് പോകുക എന്നുള്ളത് ഹറാമാണ്. അത് ചുംബിക്കൽ സുന്നത്താണ്. പക്ഷേ ആ സുന്നത്തിന് വേണ്ടി ഹറാം എടുത്തുകൊണ്ട് പോവാൻ പാടില്ല. അതവിടെ ആരെയും പ്രശ്നമാക്കാതെ സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു അവസരത്തിലാണ് അത് ബുദ്ധിമുട്ടില്ലാതെ ആ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. ഏതായിരുന്നാലും ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നാം എത്തി അവിടെ നിന്ന് നാം നിയത്ത് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ അവിടെ നിർബന്ധമായി നിയത്ത് ചെയ്യേണ്ടതില്ല. എങ്കിലും എന്റെ ഉംറയുടെ തവാഫ് ഞാൻ ചെയ്യുന്നു എന്ന് ഒന്നുകൂടി മനസ്സിൽ നാം നിയത്ത് ഒന്ന് പുതുക്കുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് ചെറിയ കുട്ടികളെ വഹിച്ചുകൊണ്ട് കുട്ടികളുടെ ഇഹ്റാം ചെയ്യുന്ന ഉംറ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അവര് സ്വന്തമായി നടന്നുകൊണ്ട് തവാഫ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നോ അങ്ങനെ ആരെങ്കിലും നടക്കാൻ കഴിയാത്ത ആളുകൾ വഹിച്ചുകൊണ്ടാണ് തവാഫ് ചെയ്യുന്നത് എങ്കിൽ ആ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ നിയത്ത് ചെയ്യണം. ആരുടെ തവാഫാണ് ചെയ്യുന്നത്? അത് കുട്ടിയുടെ തവാഫാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ തവാഫ് ചെയ്യുന്നത് കുട്ടിയുടേതാണ്. കുട്ടിയെ വഹിച്ചുകൊണ്ട് ഒരാൾ തവാഫ് ചെയ്യുമ്പോൾ രണ്ടാളുടെയും തവാഫുകൾ വീടുകയില്ല. അപ്പൊ അവിടെയും നിയത്ത് ആരുടേതാണെങ്കിൽ വ്യക്തമായി ആ നിയത്ത് ആ ധാരണ അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നാം എത്തുന്നു. പൂർണ്ണമായി ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് അല്പം പിന്നിലായി നിന്നുകൊണ്ട് ഹജറുൽ അസ്വദിലേക്ക് ഒന്നിനും സാധിക്കില്ലെങ്കിൽ അവസാനത്തെ ഭാഗമായ ആ കൈ കൊണ്ട് ആംഗ്യം കാണിച്ച് കൈ ചുംബിക്കുകയാണ് 3 വട്ടം. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് 3 വട്ടം ചുംബിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ആ തുടങ്ങിയതായിരിക്കുന്ന തവാഫ് ചുറ്റിയതിന്റെ ശേഷം ഇതേ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ വരുമ്പോഴാണ് ഒരു ചുറ്റൽ പൂർത്തിയാക്കുന്നത്. അങ്ങനെ 7 തവണ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് എത്തുന്ന സന്ദർഭത്തിലാണ് തവാഫ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഏതൊരു തവാഫാവട്ടെ, സുന്നത്തായ തവാഫായിരുന്നാലും ശരി, ഫർളായ തവാഫായിരുന്നാലും ശരി, തവാഫ് എന്ന് പറയപ്പെടണമെങ്കിൽ ഈ രൂപത്തിൽ 7 തവണ ചുറ്റണം. അല്ലാതെ ഒരു 10 വട്ടം ഞാൻ തവാഫ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് 10 ചുറ്റൽ ചുറ്റിയാൽ അത് അർത്ഥമാകുകയില്ല. 7 തവണയാണ് ചുറ്റൽ നിർവഹിക്കേണ്ടത്. അങ്ങനെ ആ ചുറ്റുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഇത് നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ നിങ്ങൾക്ക് സംസാരിക്കൽ അനുവദനീയമാണ്, എങ്കിലും നിങ്ങൾ ഹലാലായ കാര്യങ്ങളല്ലാതെ സംസാരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ഹജറുൽ അസ്വദ് മുതൽക്കാണ് ആ തവാഫ് ആരംഭിക്കുന്നത്. വിശുദ്ധമായിരിക്കുന്ന തവാഫിന്റെ ആരംഭം നാം മനസ്സിലാക്കണം. ഹജറുൽ അസ്വദ് മുതൽക്ക് ആരംഭിച്ചുകൊണ്ട് ആ ഹജറുൽ അസ്വദിന്റെ അതേ പോയിന്റിൽ എത്തുമ്പോഴാണ് ഒരു തവാഫ് ആകുന്നത്. ഇവിടെ തവാഫിന് ഒതു ഉണ്ടായിരിക്കണം, ഔറത്ത് മറഞ്ഞിരിക്കണം, നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം എന്നതിന്റെ പുറമെ കഅബ ഈ തവാഫ് ചെയ്യുന്നതിന്റെ ഇടത് ഭാഗത്തായിരിക്കണം. അതുപോലെ തന്നെ ആ കഅബയെ
വലം ചെയ്തതായിരിക്കുന്ന ഷാദിർവാൻ എന്ന് പറഞ്ഞ ആ മതിൽക്കെട്ടിന്റെയും പുറത്തുകൂടെയും പുറഭാഗത്തൂടെയും പള്ളിയുടെ അകത്തിലൂടെയുമാണ് തവാഫ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന തവാഫ് 7 തവണയായിരിക്കണം. ഇതെല്ലാം തവാഫിന്റെ നിബന്ധനകളിൽപ്പെട്ടതാണ്. ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് വന്നുകൊണ്ട് അതിനെ മുഖം വെച്ച് ചുംബിക്കുകയോ കൈ ചുംബിക്കുകയോ അല്ലെങ്കിൽ അതിൽ വടി വെച്ചുകൊണ്ട് വടി ചുംബിക്കുക, ഇതൊക്കെ അതിന്റെ ആദാബുകളിൽ പെട്ടതാണെങ്കിലും പലപ്പോഴും തിരക്ക് കാരണം അത് അവന് സാധ്യമാകാതെ വരുമ്പോൾ പരമാവധി ഹജറുൽ അസ്വദിലേക്ക് കൈ ആംഗ്യം കാണിച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കൈ ചുംബിക്കുക. അങ്ങനെ അവൻ വീണ്ടും തവാഫ് ആരംഭിക്കുകയാണ്. തവാഫിൽ പ്രത്യേകമായിരിക്കുന്ന ദിക്റുകൾ നിർബന്ധമില്ല എങ്കിലും ഹദീസിൽ വാരിദായിരിക്കുന്ന ദിക്റുകളോ ദുആകളോ ഖുർആൻ പാരായണമോ ചെയ്തുകൊണ്ടാണ് അവൻ തവാഫ് ചെയ്യുന്നത്. അവിടെയൊക്കെ നാം വളരെ ദിക്റുകളും ദുആകളും പ്രത്യേകമായ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഏടുകളിൽ അതിന്റെ 1, 2, 3 എന്ന രൂപത്തിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി തെറ്റുകൂടാതെ അത് ചെല്ലാൻ സാധിക്കുന്ന ആളുകൾ അത് ചൊല്ലുക. ഇല്ലെങ്കിൽ അവർക്ക് അറിയാവുന്നതായ പ്രത്യേകമായ ദിക്റുകളും ദുആകളും അവര് അതുമായി ബന്ധപ്പെടലാണ് നല്ലത്. എങ്കിലും ഹജറുൽ അസ്വദിന്റെ പുറകിൽ നിൽക്കുന്ന മൂല നാം കഴിഞ്ഞ ഇവിടെ സൂചിപ്പിക്കേണ്ട റുക്കുനുൽ യമാനി എന്ന്. ആ റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദിന്റെ മൂല വരെ പ്രത്യേകമായി ദുആ ചെയ്യണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ യാ റബ്ബൽ ആലമീൻ. അതിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം റുക്കുനുൽ യമാനിയുടെ മൂല മുതൽ ഹജറുൽ അസ്വദിന്റെ മൂല വരെ അതാണ് നാം ദുആ ചെയ്യേണ്ടത്. പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് വെച്ചുകൊണ്ട് നാം ചെയ്യുന്ന ആ ദുആക്ക് ആമീൻ പറയാൻ വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അങ്ങനെ തവാഫ് നാം 7 തവണ പൂർത്തിയാക്കിയതിന്റെ ശേഷമായി തവാഫിന്റെ സുന്നത്ത് എന്ന പേരിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. തവാഫ് പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷമായി 2 റക്അത്ത് സുന്നത്ത്. അതിന് ഏറ്റവും പറ്റിയ സ്ഥലം നാം ഒക്കെ ഫോട്ടത്തിലൂടെയും അല്ലെങ്കിൽ നേരിലും കണ്ടതായ മഖാം ഇബ്രാഹിം. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ആ വിശുദ്ധമായിരിക്കുന്ന കഅബയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഫീഹി ആയാത്തും ബയ്യിനാത്ത് മഖാം ഇബ്രാഹിം. അവിടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് മഖാം ഇബ്രാഹിം അഥവാ മഹാനായിരിക്കുന്ന ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ അലൈഹി സ്വലാമും കഅബ നിർമ്മാണത്തിന് വേണ്ടി അവർക്ക് ആ കല്ലുകളെല്ലാം എടുത്തുകൊണ്ട് കഅബ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയതായിരിക്കുന്ന കല്ല്. ആ കല്ലിൽ മഹാനായിരിക്കുന്ന ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞിരിക്കുകയാണ്. അത് അള്ളാഹു കാലങ്ങളോളം 100 വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു രൂപത്തിലുള്ള തേയ്മാനങ്ങളും സംഭവിക്കാതെ ഇന്നും അത് നിലനിൽക്കുകയാണ്. അതൊരു ദൃഷ്ടാന്തമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. ആ ഇബ്രാഹിം മഖാമിന്റെ പരിസരമാണ്, അതിന്റെ പിന്നിലാണ് ഏറ്റവും ആ സുന്നത്ത് നിർവഹിക്കാൻ, നിസ്കാരം നിർവഹിക്കാൻ സൗകര്യം കിട്ടിയെങ്കിൽ നാം അവസരം ഉപയോഗപ്പെടുത്തേണ്ടത്. അതല്ല എങ്കിൽ കിട്ടിയതായ സ്ഥലത്ത് പള്ളിയിലോ എവിടെ വെച്ചുകൊണ്ടും ആ കാര്യങ്ങൾ നിർവഹിക്കാം. അവിടെ നിന്ന് സാധിച്ചില്ല എന്ന് വിചാരിക്കുക. മഹാന്മാരായിരിക്കുന്ന ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം, നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ് ഓർമ്മ വരുന്നത്, എനിക്ക് അങ്ങനെ ഒരു 2 റക്അത്ത് നിസ്കാരം അവിടെ സാധിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ നിന്ന് നിർവഹിച്ചാലും അതിന്റെ കൂലി നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. ഏതായിരുന്നാലും തവാഫ് പൂർത്തീകരിച്ചതിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതിന്റെ പേര് തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് എന്ന പേരിൽ നിസ്കാരം നിർവഹിക്കുക. പിന്നീട് ദുആ ചെയ്യുക, സംസം കുടിക്കുക. സംസം കുടിച്ചതിന് ശേഷമായി ദുആ ചെയ്യുക. മഹാന്മാര് പഠിപ്പിക്കുന്നു, വീണ്ടും ആ കഅബയുടെ ഹജറുൽ അസ്വദിന്റെയും കഅബയുടെ വാതിലിന്റെയും ഇടയിലുള്ള പ്രത്യേകമായിരിക്കുന്ന ആ സ്ഥലം ആളുകളൊക്കെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ പിടികൂടാതെ അവിടെ തന്നെ ഒതുങ്ങിക്കൂടുന്നത് കൊണ്ട് മുൽതസം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലത്തേക്ക് വരിക. അവിടെ കാര്യമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പക്ഷേ ഗ്രൂപ്പായും കൊണ്ട് ഒരു സംഘമായി ചെയ്യുമ്പോൾ എല്ലാവർക്കും അതിന് ആദ്യഘട്ടത്തിൽ പ്രത്യേകമായി സൗകര്യം ലഭിക്കണമെങ്കിൽ എന്നില്ല. എങ്കിലും സ്വന്തമായി ചെയ്യുന്ന സന്ദർഭത്തിൽ തവാഫ് കഴിഞ്ഞ് സുന്നസ്കാരം കഴിഞ്ഞ് സംസം കുടിച്ചതിന് ശേഷമായി ആ ഭാഗത്ത് വന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രത്യേകമായി നമ്മുടെ ശരീരഭാഗങ്ങൾ കഅബയുടെ ആ ഭിത്തിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്യുക. പ്രത്യേകമായി ഉത്തരം കിട്ടുന്ന ദുആയാണ്. അതിന്റെ ശേഷമായി 3ാമത്തെ ഫർളാകുന്ന സഅയിലേക്ക് പോവുകയാണ്. ആ സഅയ് ചെയ്യുന്നതിന് വേണ്ടി സഫ മുതൽ മർവ വരെ നടക്കുന്നതിന്റെ പേരാണ് സഅയ്.
അത് ബാബു സൊഫയിലൂടെ കടക്കുക എന്നാണ് അതിന്റെ സുന്നത്ത്. പക്ഷേ ഇപ്പോ പോകുന്ന ആളുകൾക്ക് അത് സൗകര്യം ലഭിക്കണമെന്നില്ല. അവിടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പഴയ കാലങ്ങളിലുള്ള മനാസിക്കുൽ ഹജ്ജിന്റെ ഏടുകളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തവാഫ് കഴിഞ്ഞതിന് ശേഷമായി പള്ളിയിൽ നിന്ന് പുറത്തു പോവുക, ഇടതുകാൽ മുന്തിക്കുക എന്നൊക്കെ അതിൽ വായിക്കാൻ സാധിക്കും. പക്ഷേ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി ഇപ്പോ ആ സഫയും മർവയും ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളൊക്കെ പള്ളിയായി മാറ്റിയിരിക്കുകയാണ്. അതൊക്കെ പള്ളിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ആ പറയുന്ന പരാമർശങ്ങളൊന്നും ഇപ്പോൾ പ്രായോഗികമല്ല. അതുപോലെ തന്നെ ഹജറുൽ അസ്വദിന്റെ ഭാഗം തെളിയുന്നതിന് വേണ്ടി ഒരു ബ്രൗൺ കളർ ഒരു വരയുണ്ട് എന്നൊക്കെ മുമ്പ് നിങ്ങൾ ഏടുകളിൽ കണ്ടിട്ടുണ്ട്. പഴയതായിരിക്കുന്ന ഫോട്ടോകളിൽ കാണാൻ സാധിക്കും. പക്ഷേ അതൊക്കെ അവിടെ മായ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും പിന്നീട് നാം പോകുന്നത് സഫയിലേക്കാണ്. സഫയിന്റെ പ്രധാനപ്പെട്ട അതിന്റെ നിബന്ധനകളിൽപ്പെട്ടത് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ എന്താണ് അല്ലാഹു തുടങ്ങിയത്, ആ തുടങ്ങിയതിൽ നിന്നാണ് നിങ്ങളും തുടങ്ങേണ്ടത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുന്നത് ഇന്ന സഫാ വൽ മർവ. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഇബ്ദഉ ബിമാ ബദ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങളും ആരംഭിക്കേണ്ടത്. അപ്പോൾ ആ സഅയിന്റെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയിൽപ്പെട്ടതാണ് സഫയിൽ നിന്നാണ് സഅയ് ആരംഭിക്കേണ്ടത്. ഇവിടെ തവാഫിന് പറഞ്ഞതുപോലുള്ള ഒതുണ്ടായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഔറത്ത് മറക്കണമെന്നുള്ള പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആ നിബന്ധനകളൊക്കെ സഅയിന് സുന്നത്ത് മാത്രമാണ്. തവാഫിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഔറത്തിന്റെ ഒരു ഭാഗം പോലും പുറത്ത് കാണാൻ പാടില്ല. മുണ്ടുടുക്കുന്നതായ സഹോദരന്മാർ പൊക്കിളിന്റെ തായ് ഭാഗത്തേക്ക് ഇറക്കിയെടുക്കുകയോ അല്ലെങ്കിൽ മക്കനെ ധരിച്ചതായിരിക്കുന്ന സഹോദരിമാർ അവരുടെ മുടികളിൽ നിന്ന് ഒരു മുടിയെങ്കിലും പുറത്തു വരികയോ ചെയ്താൽ ആ കഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ആ തവാഫ് അസാധുവാക്കുകയാണ്. അപ്പൊ അതെല്ലാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ സൊഫയിലെത്തി കഴിഞ്ഞാൽ ആദ്യമായി ആ സൊഫയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കഅബയിലേക്ക് മുഖാമുഖമായി നോക്കിക്കഴിഞ്ഞാൽ കഅബ നമ്മുടെ ദൃഷ്ടിയിൽ പെടും. പ്രത്യേകമായി ആ സഫയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്യുക. കാരണം സഫയിൽ വെച്ചുകൊണ്ടുള്ള ദുആക്ക് പ്രത്യേകമായ ഇജാബത്തുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്തിട്ട് നാം മർവയിലേക്ക് നടക്കുകയാണ്. ആ മർവയിലെത്തി വീണ്ടും സഫയിലേക്ക് വരുന്നു, വീണ്ടും മർവയിലേക്ക് പോകുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായും കൊണ്ട് 7 വട്ടമാണ് നടക്കേണ്ടത്. പക്ഷേ ഇവിടെ തവാഫിന്റെയും സഅയിന്റെയും ഇടയിൽ ചെറിയൊരു അന്തരമുണ്ട്. കാരണം ഹജറുൽ അസ്വദിൽ നിന്ന് ആരംഭിച്ച് ഹജറുൽ അസ്വദിൽ അവസാനിക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ഒരു തവാഫ് ആകുന്നത്. ഇവിടെ സഅയോ സഫയിൽ നിന്ന് തുടങ്ങി മർവയിലെത്തുമ്പോൾ എണ്ണം 1 മർവയിൽ നിന്ന് സഫയിലേക്ക് തിരിച്ചു വരുമ്പോൾ 2 വീണ്ടും മർവയിലേക്ക് തിരിച്ചു പോകുമ്പോൾ 3 അപ്പോൾ എല്ലാ ഒറ്റകളും 1, 3, 5, 7 അവസാനിക്കുന്നത് മർവയിലും 2, 4, 6 അവസാനിക്കുന്നത് സഫയിലുമായിരിക്കും. അങ്ങനെ ഈ എണ്ണങ്ങൾ പൂർത്തിയാക്കൽ നിർബന്ധമാണ്. തവാഫിന്റെയോ സഅയിന്റെയോ എണ്ണത്തിൽ വല്ല സംശയങ്ങളും വന്നു എന്ന് സങ്കല്പിക്കുക. എങ്കിൽ ആ ചുരുങ്ങിയത് കൊണ്ട് പിടിച്ചുകൊണ്ട് ബാക്കി നാം പൂർത്തീകരിക്കേണ്ടതാണ്. തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത് 4ാം തവണയോ 5ാം തവണയോ എന്നാണ് സംശയിക്കുന്നത് എങ്കിൽ 4 എന്നുള്ള കാര്യം അവന് യഖീനാണ്, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ 5ാമത്തവൻ പൂർത്തിയാക്കുക. പക്ഷേ സഅയിൽ ഈ കാര്യം വരാൻ സാധ്യതയില്ല. കാരണം മറവയിലുള്ള ഒരാൾ ഇത് ഞാൻ 4ാമത്തതാണോ പൂർത്തിയാക്കിയിട്ടുള്ളത് 5ാമത്തതാണോ പൂർത്തിയാക്കിയിട്ടുള്ളത് എന്ന് സംശയം വരാൻ സാധ്യമല്ല. കാരണം അവിടെ 4ാമത്തത് അവിടെ പൂർത്തിയായി വരികയില്ല. അവിടെ 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 ഏതായിരുന്നാലും എണ്ണത്തിന്റെ കാര്യത്തിൽ സംശയിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് കൊണ്ട് പിടിച്ച് ആ കാര്യം പൂർത്തീകരിക്കേണ്ടതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട സഫയിൽ നിന്ന് ആരംഭിച്ച് മർവയിലേക്ക് പോകുമ്പോ അതിന്റെ അല്പം സഫയിൽ നിന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു പച്ച ലൈറ്റ് കാണാം. മുമ്പൊക്കെ 2 ബൾബ് 2 ഭാഗത്ത് സ്ഥാപിച്ചതായിരുന്നു. ആ 1ാമത്തെ ലൈറ്റിന്റെ ഭാഗത്തിൽ നിന്ന് 2ാമത്തെ ഭാഗം വരെ അല്പം ഒന്നും കൂടി സാധാരണഗതിയിൽ സഅയ് ചെയ്യുന്നതിനേക്കാളും ഒന്ന് സ്പീഡായിട്ട് പുരുഷന്മാർ നടക്കുക. ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണോ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് മുതൽ അവസാനിക്കുന്നത് വരെ മുകൾ ഭാഗത്ത് പ്രത്യേകമായി ആ പച്ച ലൈറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്തെത്തുമ്പോ പുരുഷന്മാർ ഒന്ന് ഓടൽ സുന്നത്തുണ്ട്. ഓടുക എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്തിലാണ് നാം എന്ന് മനസ്സിലാക്കണം. പലരും ഓടിയും കൊണ്ടും ചാടിയും കൊണ്ടും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവസരം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
വളരെ ഭക്തിപരമായി നിർവഹിക്കേണ്ട ഒരു അമലായതുകൊണ്ട് ആ ഭക്തി നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് ആ ആരാധനകൾ നാം നിർവഹിക്കപ്പെടേണ്ടത്. അങ്ങനെ സഅയും പൂർത്തീകരിച്ച് 7ാമത്തെ സഅയ് മറുവയിലെത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ഈ അമലിൽ നിന്ന് പുറത്തു പോരുന്ന ആ മുടി നീക്കൽ മാത്രമാണ്. അതിന്റെ ഫർള് വീടണമെങ്കിൽ നമുക്ക് ചുരുങ്ങിയത് ഒരു 3 മുടിയെങ്കിലും വെട്ടേണ്ടതാണ്. എങ്കിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് മുടി സാധാരണഗതിയിൽ നമുക്ക് വെട്ടിമുറിച്ചുകൊണ്ട് സാധാരണ മുടി വെട്ടും പോലെ അത് വെട്ടിയും കൊണ്ടും അതിന്റെ തഹല്ലുൽ നമുക്ക് സമ്പാദിക്കാം. അതും സുന്നത്ത് തന്നെയാണ്. പക്ഷേ അതിനേക്കാളും അഫ്ളലായിട്ടുള്ളത് മുടി മൊട്ടടിക്കൽ എന്നുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ, മുടി മൊട്ടയടിച്ചുകൊണ്ട് തഹല്ലുലാകുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സഹാബാ കിറാമിൽ നിന്ന് ചിലർ അത് വെട്ടിയ ആളുകളുണ്ട്. അവർ വൽ മുഖസ്സിരീൻ എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിയവർക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ 1, 2, 3 തവണ റസൂലുള്ളാഹി ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ, അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ, അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ എന്ന് പറഞ്ഞതിന്റെ ശേഷം 4ാം തവണയാണ് അല്ലാഹുമ്മ റഹമിൽ വൽ മുഖസ്സിരീൻ എന്ന് കൂട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫർള് വീടണമെങ്കിൽ ഒരു 3 മുടി വെട്ടിയാൽ മതി. പക്ഷെ അതിന്റെ ഏറ്റവും പൂർണ്ണമായിരിക്കുന്ന സുന്നത്ത് മൊട്ടയടിക്കലാണ്. അതില്ല എങ്കിൽ മുഴുവനുമായി എല്ലാ ഭാഗത്തിൽ നിന്നും വെട്ടിച്ചുരുക്കലാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടിയുടെ അവസാന ഭാഗത്തിൽ നിന്ന് ഒരു വിരൽ തുമ്പിന്റെ അത്ര മാത്രം വെട്ടി നീക്കുക എന്നുള്ളതാണ്. അതോടുകൂടെ നാം ഉംറയിൽ നിന്ന് വിരമിക്കുകയാണ്. ഇപ്പോൾ നാം ഈ കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തു, തവാഫ് ചെയ്തു, സഅയ് ചെയ്തു, മുടി നീക്കി. അതോടുകൂടെ നാം നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയതുപോലെയായി. ഇവിടെ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. നാം നിസ്കാരത്തിലേക്ക് ആരംഭിച്ചു, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് സലാം വീട്ടുന്നത് വരെ അതിന്റെ മുമ്പ് ഹലാലായിരുന്ന പല കാര്യങ്ങളും നമുക്ക് നിഷിദ്ധമായതുപോലെ, അഥവാ പിന്നീട് സംസാരിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, അതിന്റെ മുമ്പൊക്കെ അനുവദനീയമായിരിക്കുന്ന കാര്യങ്ങൾ, നോമ്പെടുത്തു കഴിഞ്ഞാൽ ഫജ്ർ മുതൽ നോമ്പ് തുറക്കുന്നത് വരെ പല കാര്യങ്ങളും അതുവരെ ഹലാലായിരുന്ന പലതും നിഷിദ്ധമായതുപോലെ തന്നെ ഈ ഉംറയിലും ഹജ്ജിലുമെല്ലാം ഇഹ്റാം മുതൽ തഹല്ലുലാകുന്നത് വരെ പല കാര്യങ്ങളും നിഷിദ്ധമായിട്ടുണ്ട്. അതൊന്ന് എണ്ണി പറഞ്ഞതിന്റെ ശേഷം ഞാൻ ഇതിൽ നിന്ന് വിരമിക്കുകയാണ്. അഥവാ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞ് തഹല്ലുലാകുന്നത് വരെ ചില കാര്യങ്ങൾ നമുക്ക് നിഷിദ്ധമായിട്ടുണ്ട്. മുഹറമാത്തുൽ ഇഹ്റാം, ഇഹ്റാം മുഖേന നിഷിദ്ധമാകുന്ന ചില കാര്യങ്ങൾ. അഥവാ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തലമറക്കാൻ പാടില്ല. അവർക്ക് പുക്കൾ മുതൽ തായോട്ട് മറക്കുന്ന ഒരു മുണ്ടും അത് മുകൾ ഭാഗം മറക്കുന്ന ഒരു മുണ്ടും, ഇങ്ങനെ 2 മുണ്ടല്ലാതെ മറ്റു ചുറ്റിത്തുന്നിയതായിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. തുന്നൽ കൊണ്ടോ മറ്റോ ഏതാവട്ടെ നാം ധരിക്കുന്നതായ ചുറ്റിയതായിരിക്കുന്ന വസ്ത്രങ്ങൾ, ഷർട്ടാവട്ടെ, കോട്ടായിരുന്നാലും ബനിയനായിരുന്നാലും ഷോക്സ് ആയിരുന്നാലും ഏത് രൂപത്തിലുള്ള ചുറ്റിയതായിരിക്കുന്ന വസ്ത്രങ്ങളും അടിവസ്ത്രങ്ങളൊന്നും പുരുഷന്മാർക്ക് തഹല്ലുൽ വരെ പാടില്ല. അവർക്ക് തലമറക്കാൻ പാടില്ല. സ്ത്രീകളാണെങ്കിൽ അവർ ഗ്ലൗസ് ധരിച്ചുകൊണ്ട്, കയ്യുറ ധരിച്ചുകൊണ്ട് കൈമറക്കരുത്. അതുപോലെ തന്നെ മുഖം മറക്കാൻ പാടില്ല. പിന്നെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ തലയിലോ താടിയിലോ താടിമുടിക്കോ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. സുഗന്ധ വസ്തുക്കൾ അതിന്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ ശരീരത്തിലായിരുന്നാലും ശരി, വസ്ത്രത്തിലായിരുന്നാലും ശരി, വിരിപ്പിലായിരുന്നാലും ശരി, ഭക്ഷണത്തിലായിരുന്നാലും ശരി, സുഗന്ധത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സാധനങ്ങൾ. ഏതുവരെ നാം ഭക്ഷണം കഴിച്ചു ഇഹ്റാമിലാണ്, നാം സോപ്പ് ഉപയോഗിക്കുകയാണ്, അതിന്റെ സുഗന്ധമുള്ളതായിരിക്കുന്ന ആ സോപ്പ് നാം ഉപയോഗിക്കാൻ പാടില്ല. ചില ക്ലീനക്സുകൾ വരെ സുഗന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ലക്ഷ്യത്തോടുകൂടി നിർമ്മാണം ചെയ്യപ്പെടുന്നുണ്ട്. അതുവരെ ഇഹ്റാമിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നഖം നീക്കുക, അതുപോലെ തന്നെ മുടി നീക്കുക, മുടി നീക്കുക, ഈ കാര്യങ്ങൾ ഇഹ്റാമിൽ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് സാധാരണഗതിയിൽ വരാൻ സാധ്യതയുള്ളത്. പിന്നെ കുടുംബങ്ങളായി പോകുമ്പോ അവര് ആ വൈകാരികമായ രൂപത്തിലുള്ള സ്പർശനങ്ങൾ, ചുംബനങ്ങൾ, അവർ തമ്മിലുള്ള ബന്ധപ്പാടുകൾ, ഇതൊക്കെ ഹറാമാണ്. നിക്കാഹ് ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ നിക്കാഹ് സ്വീകരിക്കുക, ഇതൊക്കെ ഇഹ്റാമിൽ ശേഷം ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നത് വരെ നിഷിദ്ധമായിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ബോധവാന്മാരാവേണ്ടതാണ്. ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോ, ആൺകുട്ടികളാവുമ്പോ വലിയ ആളുകളെ പോലെ തന്നെ അവർക്കും ഈ അടിവസ്ത്രങ്ങൾ ഇല്ലാതെ തന്നെയാണ് 2 മുണ്ടുകൾ മാത്രമാണ് അവർക്കും ധരിക്കാൻ അനുവദിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ വളരെ ചെറിയ കുട്ടികളാകുമ്പോ അവർക്ക് പമ്പേഴ്സ് ധരിക്കുക നിഷിദ്ധമാണ്, ഹറാമാണ്. പക്ഷേ
ലറൂറത്തിന്റെ ഘട്ടത്തിൽ അല്ലെങ്കിൽ നിർബന്ധിതമായിരിക്കുന്ന അവസ്ഥയിൽ അത് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് എത്ര തവണയാണ് ഇഹ്റാമിലായി അവർ മാറ്റി ചേഞ്ച് ആക്കിക്കൊണ്ട് ധരിക്കുന്നത് എങ്കിൽ അതിനെ പ്രത്യേകമായി കണക്കാക്കിയും കൊണ്ട് അതിനുള്ളതായിരിക്കുന്ന ഫിദിയകൾ അവർ നൽകേണ്ടതാണ്. അപ്പൊ ഈ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ ഹറാമാണ്. ഇതിൽ നിന്ന് മുടി നീക്കുക, അല്ലെങ്കിൽ നഖം നീക്കുക, അല്ലെങ്കിൽ സുഗന്ധം ഉപയോഗിക്കുക, തുന്നപ്പെട്ടതായിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക, അല്ലെങ്കിൽ തൊപ്പി ധരിക്കുക, മുഖം മറക്കുക, ഈ കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും ചെയ്യുകയാണ്, ഞാൻ ഉംറയിലാണ് എന്നുള്ള ഓർമ്മയും അറിവോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അത് നിഷിദ്ധമാണ്. അതിൽ നിന്റെ ഫിദിയയായിട്ട് ഒന്നുകിൽ ഒരു ആടെടുത്തുകൊണ്ട് മക്കയിൽ ധർമ്മം ചെയ്യണം, അതല്ലെങ്കിൽ 6 മിസ്കീന്മാർക്ക് 1/2 സാഴ് വീതം ഭക്ഷണ സാധനം അവിടെ ധർമ്മം ചെയ്യണം, അതല്ലെങ്കിൽ 3 നോമ്പെടുക്കണം. ഈ 3-4 കാര്യത്തിൽ ഏതെങ്കിലും അവന് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തതിന്റെ ശേഷം മാത്രമേ അവന് ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. ഭക്ഷണം കൊടുക്കുന്നതും അതുപോലെ തന്നെ ആടെടുക്കുന്നതും അത് മക്കയിൽ തന്നെ ആയിരിക്കണം. നോമ്പെടുക്കുന്നത് അവർ തിരിച്ചു വന്നതിന് ശേഷമായിരുന്നാലും വിരോധമില്ല. എങ്കിലും ആ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഏറ്റവും വൃത്തിയാക്കലാണ് ഏറ്റവും നല്ലത്. ഇപ്പോ ഒരാൾ വന്ന് ഉണർത്തി പ്രത്യേകം പറയണമെന്ന് പറഞ്ഞ ആളെ പറഞ്ഞു. അതായത് നമ്മള് കാര്യമായി ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ ചില സന്ദർഭത്തിലൊക്കെ അങ്ങനെ അനുഭവിക്കാറുണ്ടാവും. പോകുന്ന സമയത്ത് വളരെ ഭക്തി നിർഭരമാണ്, ഉംറയിലും കാര്യങ്ങളും തിരിച്ചുകൊണ്ട് പോരുമ്പോഴത്തിന് സ്വർഗം നേടി ഒക്കെ നേടി അൽഹംദുലില്ലാ. പിന്നെ വെറും ടൂർ മോഡൽ വിഷയമൊക്കെ തീർന്നു. അതുവരെ മുഖം മറച്ചും മറ്റുമൊക്കെ നടക്കുന്ന സ്ത്രീകൾ പിന്നെ ഓപ്പനായി വിഷയങ്ങളൊക്കെ അൽഹംദുലില്ലാ എല്ലാവരോടും വളരെ പരിചയപ്പെട്ടിട്ട് കൂളായി സംസാരിച്ചിട്ടും ചിരിച്ചും കളിച്ചും പോരുകയാണ്. ഒരിക്കലും ചെയ്യുന്ന നമുക്ക് ആ ഭക്തി മരണം വരെ നിലക്കണം, അതാണ് ആവശ്യം. റസൂലുള്ളാഹിന്റെ റൗള എന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണും. റസൂലുള്ളാഹിനെ ഓർമ്മ വേണം. റസൂലുള്ളാഹിന്റെ റൗള കണ്ട കണ്ണാണല്ലോ പഠിച്ചവനെ, ഇനി ടെലിവിഷനിലൂടെ ആ ഹറാം ഞാൻ കാണൂല. അതുപോലെ തന്നെ മക്ക കണ്ട കണ്ണാണ്, ആ മക്ക കൊണ്ട് ഇനി ഞാൻ സിനിമയും ഹറാമും കാണുകയില്ല. ആ തീരുമാനം എടുക്കുന്ന ആളുകൾ മാത്രം പോയാൽ മതി, അല്ലാത്തവരൊക്കെ പാസ്പോർട്ട് തിരിച്ചു വാങ്ങിച്ചു. അതുകൊണ്ട് ഈ രൂപ